ഹായ് സുഹൃത്തുക്കളെ, ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ടത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കോഴിക്കോടൻ ദം ബിരിയാണി ആയിരുന്നു. എൻ്റെ സ്ഥിരം ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടപ്രകാരം ആണ് ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ കൂടെ ഒരു പിക്കിൾ വേണമല്ലോ. ആ പിക്കിളായിട്ട് ഞാൻ അതും കോഴിക്കോടൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ പിക്കിളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഞാനൊന്ന് ആദ്യമായിട്ടൊന്നും പെട്ടെന്ന് സ്പീഡിൽ പറയാം. ചെറുനാരങ്ങ തന്നെ വേണം ആദ്യം. പിന്നെ ഈ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് വേണം, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, ഉണക്കമുളക്, ഉലുവ, കടുക്, കായം, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 5 കിലോ ചെറുനാരങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ സുറുക്കിയും ഉപ്പും എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ബോയിൽ ചെയ്യാൻ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നല്ലെണ്ണ ഒരു 300 മില്ലി നല്ലെണ്ണ എടുത്തിട്ട് അതിലോട്ട് കടുകും ഉലുവയും ഒക്കെ ഇട്ട് മൂത്ത് വരുമ്പോൾ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് 200 ഗ്രാം കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഈ നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമ്മളിട്ട് നല്ലപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ബോയിൽ ചെയ്ത് വരുന്ന ഈ അച്ചാറിലോട്ട്, അച്ചാറില്ല ചെറുനാരങ്ങയിലോട്ട് നമ്മൾ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൊണ്ട് ഒഴിച്ചതിൻ്റെ ശേഷം നല്ലതുപോലെ മിക്സാക്കിക്കൊണ്ട് വെക്കുക. മിക്സാക്കി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മളിവിടെ മറ്റൊരു അടുപ്പത്ത് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് 1/2 ലിറ്റർ വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലിട്ട് തന്നെ വെന്ത് കുറുകി വരും. അതും നമ്മൾ ഇതിലോട്ട് ചേർക്കണം. അപ്പോഴാണ് കോഴിക്കോടൻ സ്റ്റൈലിൽ നമ്മളെ ബിരിയാണിൻ്റെ കൂടെ, കോഴിക്കോടൻ സ്റ്റൈൽ ദം ബിരിയാണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു പിക്കിളാവുള്ളൂ. ഇത് നമുക്ക് ബിരിയാണിൻ്റെ കൂടെ എന്നല്ല, ചോറിൻ്റെ കൂടെ കഴിക്കാം, കഞ്ഞിയുടെ കൂടെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു എരിവും പുളിയും മധുരം എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അച്ചാറാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞ ആ ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് നമ്മൾ ഉരുക്കിയിട്ട് ഒഴിക്കുന്നത്. അതാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ബോയിൽ ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അത് അത്യാവശ്യം മധുരം ഉണ്ടാവും, ഒരു പുളിപ്പുണ്ടാവും, ഒരു എരിവുണ്ടാവും. ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പിക്കിളാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാറ്റിനും പറ്റിയതാണ്.